ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റമദാൻ മുബാറക്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോളയാണ്, അല്ലെങ്കിൽ ഒരു കേക്ക് എന്ന് പറയാം. ഇതിനു വേണ്ടി ഇവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇവയെല്ലാം ചേർത്ത് ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇനി സെയിം പാനിൽ തന്നെ അല്പം കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇതിലോട്ട് വലിയുള്ളി ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് വഴന്നു വന്നാൽ നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ എല്ലാം പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചിക്കൻ പീസ് ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഗാർണിഷ് ചെയ്തെടുക്കാനാണ്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റായി ഇതിലോട്ട് അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അടുത്തത് നമുക്ക് ഇതിലോട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പാലും 2 കോഴിമുട്ടയും 1/4 കപ്പ് ഓയിലും ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഒന്ന് തിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കണം. എന്നാൽ അധികം ലൂസാവാനും പാടില്ല. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതുകൊണ്ട് 2 ചെറിയ പോളയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിനെ പകുതിയായിട്ട് മാറ്റിയെടുക്കുകയാണ്. ഇതുപോലത്തെ വലിയ സോസ് പാനിൽ നമുക്ക് വലിയൊരു പോളയാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഇതുപോലെ ഒരു ചെറിയ കപ്പിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു പഴയ പാനിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ആദ്യം ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പിൻ്റെ ഹാഫ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 4 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. 4 മിനിറ്റിന് ശേഷം നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയുടെ ഹാഫ് ചേർത്ത് കൊടുക്കാം. ഒരു പോളയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഫുള്ള് മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കി വന്ന ബാറ്റർ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. മസാലയെല്ലാം ഫുൾ കവർ ആവുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായി കുറച്ച് മല്ലിയിലയും ക്യാപ്സിക്കവും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ പീസസും ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 25 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കണം. മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാനിലേക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ മറു സൈഡ് ഒന്ന് മുരിച്ചെടുക്കണം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് നിർബന്ധമില്ല.
ഇങ്ങനെ മറ്റേ ഗ്ലാസ്സിലെ ബാറ്റർ ഉപയോഗിച്ചും അടുത്ത പോള കൂടി തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് പോളയാണ്, അതുപോലെ തന്നെ നല്ല പഞ്ഞി പോലെ ഇരിക്കും. കഴിക്കാനാണെങ്കിൽ കിടു ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.